നമസ്കാരം, കണ്ണൂർ മൗണ്ടനിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന സമയം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളം ആര് ഭരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആകാംക്ഷപ്പെട്ടുകൊണ്ടിരിക്കേണ്ട സമയമല്ലിത്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 61 സീറ്റിൽ LDFും 67 സീറ്റിൽ UDFും 4 എണ്ണത്തിൽ NDAയും ലീഡ് ചെയ്യുന്നു. പോസ്റ്റൽ വോട്ടാണ്. 8:30 മണിക്ക് EVM വോട്ടിംഗ് മെഷീൻ തുറക്കും. അത് എണ്ണാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് ഏകദേശം 8:45 കൂടി മാത്രമാണ് നമുക്ക് ശരിയായ ആദ്യ ഫലസൂചിക വരിക. എന്തായാലും കഴക്കൂട്ടത്ത് NDA മുന്നിൽ നിൽക്കുന്നുണ്ട്. പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യൻ, കോന്നിയിൽ KU ജനീഷ് 160 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ UDF മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ LDF ആയിരുന്നു മുന്നിലെങ്കിൽ LDFനെ വിടാതെ പിന്തുടർന്ന് UDF മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ LDF 60ഉം UDF 67ഉം NDA 4 സീറ്റിലുമാണ് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റുമാനൂരിൽ VN വാസവൻ 42 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റുമാനൂർ, ആറന്മുള, കോന്നി, അടൂർ, കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം NDA അതിൽ ഒരു സ്ഥലത്ത് NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. UDFും LDFുമാണ് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. UDFും LDFുമാണ്. അതിൽ LDF 61, UDF 66. NDA 4 സീറ്റുകൾക്ക് മുന്നിലാണ്. NDA 4 സീറ്റിന് മുന്നിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ 61 വോട്ടിന് മുന്നിലാണ്. പത്തനാപുരത്ത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ 25 വോട്ടുകൾക്ക് മുന്നിലാണ്. വിനു ജോബ് 93 വോട്ടുകൾക്ക്, അത് ചങ്ങനാശ്ശേരിയാണ്. ഗുരുവായൂരിൽ NK അക്ബർ 60 വോട്ടുകൾക്ക് മുന്നിൽ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, നമ്മുടെ മന്ത്രി KB ഗണേഷ് കുമാർ 61 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇപ്പോഴറിയുന്നത് LDF 61, UDF 66, NDA 4 സീറ്റുകൾക്ക് മുന്നിലാണ്. സ്വാഭാവികമായും നമ്മൾ കണ്ണൂരിലേക്ക് എത്തിയിട്ടില്ല. കണ്ണൂരിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു പവർ വരിക. ഇപ്പോൾ TO മോഹനൻ ചെറിയ വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വളരെ ചെറിയ വോട്ടുകൾക്ക് 6 വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ്. ഇതൊക്കെയാണ് പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ UDFും കോട്ടയ്ക്കലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. NDA 5 സീറ്റിന് മുന്നിലാണ്. നേമത്ത് V ശിവൻകുട്ടി 34 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് കുറച്ച് ലീഡ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മണലൂരിൽ TN പ്രതാപൻ 49 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇങ്ങനെ കേരളത്തിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന്. അതേ ടൈപ്പിലുള്ള പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. 100% ശരിയാണ്.